ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉന്മൂലമാകാത്ത നിനവേ മഹാനഗരം. യോന 1:2 നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഇവിടെ നിനവേ മഹാനഗരം എന്നത് എഴുതപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി വെളിപ്പാട് 17-18 അധ്യായങ്ങളിൽ ബാബിലോൺ മഹാനഗരം എന്നതും നമുക്ക് കാണാം. വെളിപ്പാട് 17:18 നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എഴുത്തിൻ പ്രകാരമുള്ള ബാബിലോൺ അല്ല, ജ്ഞാനാർത്ഥമുള്ള ബാബിലോൺ, വരാനുള്ള അന്തിക്രിസ്തുവിന്റെ തലസ്ഥാനം. അസീരിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നിനവേ മഹാനഗരം. മൂന്നാമത്തെ മഹാനഗരം വെളിപ്പാട് 11:8 എഴുതപ്പെട്ടിട്ടുണ്ട്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇത് യെരൂശലേം മഹാനഗരം. അതുകൊണ്ട് നിനവേ മഹാനഗരമെന്നും അന്തിക്രിസ്തുവിന്റെ തലസ്ഥാനമായ മഹാനഗരമെന്നും യെരൂശലേം മഹാനഗരം എന്ന് 3 മഹാനഗരത്തെ നമുക്ക് ബൈബിളിൽ കാണാം. ഇവിടെ അസീരിയാവിന്റെ തലസ്ഥാനമായ നിനവേ മഹാനഗരത്തിന് വിരോധമായി പ്രസംഗിക്ക എന്ന് യോനയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുന്നു. ഈ യോന രണ്ടാമതായി യെരോബെയാമിന്റെ വാഴ്ചയുടെ കാലത്തിൽ ജീവിച്ച ഒരു പ്രവാചകൻ. ഇതിനെ 2 രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായം അതിന്റെ 25 നമുക്ക് കാണാം. അസീര്യരുകൾ തുടർന്ന് ഇസ്രയേൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്ന് തുടർച്ചയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അസീരിയാവിന്റെ എതിർക്കുന്ന മനസ്സുള്ളവരായിരുന്നു ഇസ്രയേല്യരും യോനയും. നിനവേയ്ക്ക് വിരോധമായി പ്രസംഗിക്ക എന്ന് ദൈവത്തിന്റെ കൽപ്പന യോനയ്ക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ടാണ് തർശീശിലേക്ക് അവൻ പോയതായി നമുക്ക് കാണാം. യോന നിനവേയ്ക്ക് പോയിരുന്നാൽ, നിനവേ ജനങ്ങൾ യോനയെ അടിച്ചു കൊന്നിരുന്നാൽ, നിനവേയുടെ മേൽ അസീരിയ രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി തീർച്ചയായും വന്നിട്ടുണ്ടാകും. അവൻ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കാതെ തർശീശിൽ പോകാൻ നോക്കുമ്പോൾ ദൈവം ഇടയിൽ ഇടപെട്ട് തിരിച്ചും നിനവേയ്ക്ക് കൊണ്ടുവരുന്നു. യോന നിനവേയിൽ ചെയ്ത പ്രസംഗം നിനവേ ഉന്മൂലമാകും എന്നതാണ്. ഈ പ്രസംഗം കേട്ട നിനവേ ജനങ്ങൾ, രാജാവ്, മന്ത്രികൾ ഉൾപ്പെടെ ദൈവത്തിൽ വിശ്വസിച്ചു. രട്ട് പുതച്ച് വെള്ളം കുടിക്കാതെ ഉപവാസമെടുത്ത് വെണ്ണീറിലിരുന്നു. ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. തന്റെ ദുർമാർഗം വിട്ട് മനം തിരികുകയും ചെയ്തു. ദൈവത്തിന്റെ ദയയ്ക്കായി കാത്തിരുന്നു. ഉന്മൂലമാകേണ്ട നിനവേ ജനങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവത്തിന്റെ ദയയെ പ്രാപിച്ചതായി നമുക്ക് കാണാം. യോന 3:10 അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് യോനയുടെ ഉഗ്രകോപത്തിന്റെ കാരണം. ഈ നിനവേ ഉന്മൂലമാകണം എന്നതായിരുന്നു യോനയുടെ ആഗ്രഹം എന്ന് നമുക്കിവിടെ കാണാം. നിനവേ ഉന്മൂലമാകും എന്നത് വേറൊരു രാജ്യം വന്ന് നിനവയെ അടിച്ച് അതിനെ പിടിച്ചുകൊള്ളും എന്നതാണ് അതിന്റെ അർത്ഥം. ദാനിയേൽ 5-ാം അധ്യായത്തിൽ മേദ്യ രാജാവായ ദാര്യാവേശ് ബാബിലോണിനെ തകർത്ത് തന്റെ കൈവശമാക്കിയതായി കാണാം. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷസർ കൊല്ലപ്പെട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ 5:30. ഇതുപോലെ നിനവേ ഉന്മൂലമാകുമെന്നത് നമുക്കറിയാം. ഇതാണ് യോനയുടെ പ്രതീക്ഷയും കൂടെ. പക്ഷേ അങ്ങനെ നടന്നില്ല. നിനവേ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, മനം തിരിഞ്ഞു, തങ്ങളുടെ രാജ്യം ഉന്മൂലമാകാതെ ഇതിനെ രക്ഷിച്ചതായി നമുക്ക് കാണാം. ഇതാണ് യോനയുടെ ഉഗ്രകോപം. ഈ നടപടിക്ക് ശേഷം നിനവേ ജനങ്ങൾ, അതായത് അസീരിയ സാമ്രാജ്യം, ഇസ്രയേലിനെ തകർക്കുന്നതായി കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 15:19 അശ്ശൂരിന്റെ നുഴഞ്ഞുകയറ്റം ഇസ്രയേൽ രാജ്യത്തിൽ വരുന്നതായി കാണാം. അശ്ശൂർ രാജാവായ പൂൽ ഇസ്രയേൽ ദേശത്തിന് വിരോധമായി വന്നു എന്നെഴുതിയിരിക്കുന്നു. രണ്ടാമതായി യഹൂദിയിലെ രാജാവായ ആഹാസ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർക്ക് പണം കൊടുത്ത് തനിക്ക് വിരോധമായി വന്ന ഇസ്രയേലിനെ തകർക്കാൻ പറയുന്നു. അതിന്റെ ഫലമായി ഇസ്രയേലിലെ ചിലരെ അശ്ശൂർ രാജാവ് തടവിലാക്കി പോയി. ഇതിനെ 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 9 കാണാം. മൂന്നാമതായി അശ്ശൂർ രാജാവായ ശൽമനേസർ ഇസ്രയേലിന് വിരോധമായി വന്ന് ഇസ്രയേലിന്റെ രാജാവായ ഹോശേയെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിൽ വെച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 17:5-6 വചനങ്ങളിൽ അശ്ശൂർ രാജാവ്, അതായത് നിനവേൽ രാജാവ് ശമര്യയെ പിടിച്ച് ഇസ്രയേൽ ജനങ്ങൾ എല്ലാവർക്കും അസീരിയാവിൽ തടവിലായി കൊണ്ടുപോയി.
നിനേവയ്ക്ക് തലസ്ഥാനമായി കൊണ്ട് അസീരിയാക്കൾ ഇസ്രയേലിനെ തകർത്ത് തങ്ങളെ വശപ്പെടുത്തിയതായി കാണാം. പക്ഷെ ഇവിടെ അസൈര്യരാകിയ നിനേവയർ ഉന്മൂലനാശമായില്ല. ഇസ്രയേല്യർ സത്യദൈവത്തെ വിശ്വസിക്കാതെ യെരോബിയാമിന്റെ പാപത്തിൽ നിലനിന്നതിനാൽ അവർ ഉന്മൂലമായില്ല. ഇത് നമുക്ക് ശരിയായി മനസ്സിലാക്കണം. അസീര്യർ ഇസ്രയേൽ ദേശത്തെ തകർത്തതുപോലെ യഹൂദ ദേശത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. യഹൂദാവിൽ ദൈവത്തിന്റെ ആളുകൈ ഉണ്ടായിരുന്നു, ഇസ്രയേലിൽ ദൈവത്തിന്റെ ആളുകൈ ഇല്ല. ഹിസ്കിയാവിന്റെ നാളുകളിൽ അസൈര്യർ യഹൂദിയെ പിടിച്ച് അതിനെ തകർത്ത് തങ്ങളെ കൈവശപ്പെടുത്തണം എന്ന് തീവ്രമായി പ്രവർത്തിച്ചു. ഇതിനെ 2 രാജാക്കന്മാരുടെ പുസ്തകം 18-19 അധ്യായത്തിൽ നമുക്ക് കാണാം. 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ഇസ്രയേലിനെ തകർത്ത് അസര്യാവിൽ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി. 2 രാജാക്കൾ 18-19 അധ്യായങ്ങളിൽ അവർ യഹൂദ ദേശത്തെ തകർത്ത് തങ്ങൾ കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. 2 ദിനവൃത്താന്തം 32-21 അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ച് അവൻ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അസീര്യർ യഹൂദിയെ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇവിടെ നമുക്ക് തെളിവായി പറയുന്നുണ്ട്. അവസാനമായി നഹൂം പ്രവചന പുസ്തകം മുതൽ 3 അധ്യായങ്ങളിൽ നിനവെ ഉന്മൂലമായി പോയതായും അസീര്യ സാമ്രാജ്യം അഴിഞ്ഞുപോയതായും നമുക്ക് കാണാം. ഈ ദൃഷ്ടാന്തങ്ങളെ നാം മനസ്സിലാക്കി നമ്മെ സൂക്ഷിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.